ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് 2020 മുതൽ 25 വരെ PSC എക്സാമുകളിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ക്ലാസ് മൊത്തമായി കാണാനായി ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാനായിട്ട് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ആദ്യം തന്നെ നമുക്ക് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും അതിൻ്റെ 4 പ്രസ്താവനയുമുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൻ്റെ അകത്ത് മൂന്നാമത്തെ പ്രസ്താവനയാണ് നിലവിലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ള പ്രസ്താവനയാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ആ സമയത്ത് VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, വയനാട്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് നിലവിൽ എന്ത് ചെയ്യുന്നത്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ആരാണ്? മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്തത്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് റവന്യൂ മന്ത്രിയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് റവന്യൂ മന്ത്രിയാണ്. അടുത്തത്, ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജില്ലാ കളക്ടറാണ്. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജില്ലാ കളക്ടർ. ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. നമ്മുടെ ആദ്യത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു, ശരിയാണ്. സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം, അതും ശരിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, അതും ശരിയാണ്. അടുത്തത് നോക്കാം. 2008 മെയ് 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 തെറ്റെന്ന് പറയുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മെമ്പർ അല്ലാത്തത് ആരാണ്? നോക്കി, മുഖ്യമന്ത്രി, അതെ. ആരോഗ്യ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി. ആരാണ്? ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത്. അടുത്തത്, നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് നിലവിൽ 2025 വരെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ പറഞ്ഞു എന്താണ്? VS അച്യുതാനന്ദന്റെ സമയത്താണ്, ആ ഒരു സമയത്താണ് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നതെന്ന് പറഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണെന്ന് പറഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് റവന്യൂ മന്ത്രി. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജില്ലാ കളക്ടർ.
ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരമാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 2008 മെയ് 4-നാണ് വന്നത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 2007-ലാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. താഴെ പറയുന്നവയിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ അല്ലാത്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? അത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചു പോകാം. ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യത്തെ ദുരന്തം എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യത്തെ ദുരന്തം എന്ന് വിളിക്കാം. അപ്പോൾ ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യത്തെ ദുരന്തം എന്ന് നമുക്ക് വിളിക്കാം. ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് വിപത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുക്കൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് വിപത്ത് എന്ന് പറയുന്നത്. ഒരു വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യത്തെ അത്യാഹിതമെന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യത്തെയാണ് ദുരന്തമെന്ന് വിളിക്കുന്നത്. അപ്പോൾ വിപത്തിനെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നേരിടാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദുരന്തം എന്ന് വിളിക്കുന്നത്. ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യം വിപത്ത് എന്ന് പറയാം. ഒരു വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യമാണ് അത്യാഹിതം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന 3 ഘട്ടങ്ങളാണ് ഉള്ളത്. അപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന 3 ഘട്ടങ്ങളാണെന്നുള്ളത്. 1 ദുരന്ത പൂർവഘട്ടം എന്ന് പറയുന്നു, 2 ദുരന്ത സമയഘട്ട ദുരന്തം, 3 ദുരന്താനന്തര ഘട്ടമെന്ന് പറയുന്നു. അപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വളരെ ആസൂത്രിതമായി നടപ്പാക്കുന്ന എത്ര ഘട്ടങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഘട്ടങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ദുരന്ത പൂർവ ഘട്ടം എന്ന് പറയുന്നു, 2 ദുരന്ത സമയഘട്ടമെന്നും 3 ദുരന്താനന്തര ഘട്ടമെന്നുമാണ് പറയുന്നത്. ഇതില് ദുരന്ത പൂർവഘട്ടം എന്ന് ചോദിച്ചാൽ ദുരന്തം തടയുന്നതിനായുള്ള മുന്നൊരുക്കങ്ങളെയാണ് ദുരന്ത പൂർവഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദുരന്ത സമയഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുരന്തം അഭിമുഖീകരിക്കുന്ന സമയത്തെ പ്രവർത്തനങ്ങളെയാണ് ദുരന്ത സമയഘട്ടം എന്ന് പറയുന്നത്. അതേപോലെ അടുത്തു വരുന്നതാണ് ദുരന്താനന്തര ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ദുരന്ത നിവാരണ നിയമം 2005. ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ദുരന്ത നിവാരണ നിയമം 2005 എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കുകയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ സഹായിക്കുന്നതിനായി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ദുരന്ത നിവാരണ നിയമം 2005 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി
നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കുകയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ സഹായിക്കുന്നതിനായി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അധ്യായങ്ങൾ എത്രയെണ്ണമാണെന്ന് ചോദിച്ചാൽ 11 എണ്ണമാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 11 എണ്ണം. എത്ര വകുപ്പുകളാണ് ഉള്ളതെന്ന് ചോദിക്കാം. 79 വകുപ്പുകൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അധ്യായങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 11 എണ്ണമാണ്. അതിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 79 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പോൾ കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം ചാപ്റ്റർ 3 സെഷൻ 14 മുതൽ 24 വരെയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അനുച്ഛേദം 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം ചാപ്റ്റർ 3 സെഷൻ 14 മുതൽ 24 വരെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം 2007 മെയ് 4. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള എക്സാമുകളിൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2007 മെയ് 4 ആ ഒരു സമയത്ത് ആരായിരുന്നു മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദനാണ്. 2006 മുതൽ 2011 വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു ആ സമയത്ത് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ സമയത്ത് മുഖ്യമന്ത്രി എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവനയായിട്ട് അതിൻ്റെ അകത്ത് വന്നത്. അതിൻ്റെ അകത്ത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ് 2006 മുതൽ 2011 വരെ. അതുകൊണ്ട് തന്നെ 2007 മെയ് 4 ആരായിരുന്നു? VS അച്യുതാനന്ദനായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നിലവിലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന നിലവിൽ വന്നത് 2013 ജൂലൈ 17 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നിലവിലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന നിലവിൽ വന്നത് 2013 ജൂലൈ 17. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ, മകളെ, ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി മന്ത്രിയാണ് മെമ്പർ. അതായത് എക്സ് ഒഫീഷ്യോ ആണ് ആരെന്ന് പറയുന്നത്? കൃഷി മന്ത്രി എന്ന് പറയുന്നത്. അടുത്തത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് CEO ആണ് എക്സ് ഒഫീഷ്യോ. അടുത്തത് ആഭ്യന്തര വകുപ്പ്
ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെമ്പർ എക്സ് ഒഫീഷ്യോ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനർ എക്സ് ഒഫീഷ്യോ, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവൻ മെമ്പർ സെക്രട്ടറി എക്സ് ഒഫീഷ്യോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ 10 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ 10 പേരാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ. 10 പേര്, ചെയർമാൻ ഉൾപ്പെടെയാണ് എത്ര 10 പേരെന്ന് പറയുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറിയാണ്. കൂടാതെ 4 ഗവൺമെന്റ് സെക്രട്ടറിമാരും ഇവിടെ അംഗങ്ങളാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സുരക്ഷായനം എന്നുള്ളതാണ് ഇതിൻ്റെ മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ മക്കളെ തിരുവനന്തപുരമാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സുരക്ഷായനം എന്നുള്ളതാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ എന്ന് പറയുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുക. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ദുരന്ത സമയത്ത് സൈന്യത്തിന്റെ സേവനം ഏകോപിപ്പിക്കുക. ഇത് ആരുടെയാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുക, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, ദുരന്ത സമയത്ത് സൈന്യത്തിന്റെ സേവനം ഏകോപിപ്പിക്കുക. അതാത് ജില്ലകളിലെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് ജില്ലാ കളക്ടറാണ്. അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തര കാര്യ നിർവഹണ കേന്ദ്രമാണ്. ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, ദുരന്ത നിവാരണ നിയമത്തിലെ സെഷൻ 54 പ്രകാരം ദുരന്തത്തെയോ അതിതീവ്രമായ വ്യാപ്തിയെക്കുറിച്ച് തെറ്റായ അലാറമോ മുന്നറിയിപ്പോ പുറപ്പെടുവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അല്ലെങ്കിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ട 1 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിലവിലെ ദുരന്ത നിവാരണത്തിലെ സെഷൻ 54 പ്രകാരം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദുരന്ത നിവാരണ നിയമത്തിലെ സെഷൻ 54 പ്രകാരം ദുരന്തത്തെയോ അതിൻ്റെ തീവ്രതയെയോ വ്യാപ്തിയെയോ കുറിച്ച് തെറ്റായ അലാറമോ മുന്നറിയിപ്പോ പുറപ്പെടുവിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് തെളിയിക്കപ്പെട്ടാൽ 1 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ദുരന്ത നിവാരണത്തിലെ സെഷൻ 54 എന്തിനെ കുറിച്ചാ പറയുന്നത്? അതായത് ദുരന്തം അതിലെ തീവ്രതയോ വ്യാപ്തിയോ എന്തൊക്കെ കുറിച്ചുള്ള തെറ്റായ ഒരു അലാറമോ മുന്നറിയിപ്പോ പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയോ ചെയ്ത് ജനങ്ങളിലെ പരിഭ്രാന്തി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവർക്ക് 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള പിഴയോ ലഭിക്കാവുന്നതാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരങ്ങൾ: സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കാൻ ദേശീയ അതോറിറ്റി നിഷ്കർഷിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി സംസ്ഥാന പദ്ധതികൾക്ക് അംഗീകാരം നൽകുക. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ
വകുപ്പുകൾ തയ്യാറാക്കിയ ദുരന്ത നിവാരണ പദ്ധതിക്ക് അംഗീകാരം നൽകുക. ദുരന്തങ്ങൾ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളിൽ സംയോജിപ്പിക്കുന്നതിനും അതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകുന്നതിനുമായി സർക്കാരിന്റെ വകുപ്പുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. സംസ്ഥാന പദ്ധതിയുടെ നടത്തിപ്പ് ഏകോപിപ്പിക്കുക. ദുരന്ത ലഘൂകരണത്തിനും തയ്യാറെടുപ്പ് നടപടികൾക്കുമായി ഫണ്ട് നൽകുന്നതിന് ശുപാർശ ചെയ്യുക. ഇതൊക്കെയാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കാൻ, ദേശീയ അതോറിറ്റി നിഷ്കർഷിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി സംസ്ഥാന പദ്ധതിക്ക് അംഗീകാരം നൽകുക, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ ദുരന്ത നിവാരണ പദ്ധതിക്ക് അംഗീകാരം നൽകുക, ദുരന്തങ്ങൾ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ സംയോജിപ്പിക്കുന്നതിനും അതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകുന്നതിനുമായി സർക്കാരിന്റെ വകുപ്പുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. സംസ്ഥാന പദ്ധതിയുടെ നടത്തിപ്പ് ഏകോപിപ്പിക്കുക. ദുരന്ത ലഘൂകരണത്തിനും തയ്യാറെടുപ്പ് നടപടികൾക്കുമായി ഫണ്ട് നൽകുന്നതിനും ശുപാർശ ചെയ്യുക. ഇനി സംസ്ഥാന കാര്യനിർവഹണ സമിതി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി എന്ന് പറയുന്നത്. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി. സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങൾ 5 എണ്ണമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയിലെ ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറിയാണ്. മറ്റംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ 4 സെക്രട്ടറിമാർ, സർക്കാരിന്റെ 4 സെക്രട്ടറിമാർ, സംസ്ഥാന ദുരന്ത കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങൾ 5. ഓക്കെ, അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങൾ 5. സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങൾ 5 എണ്ണമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതി ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറി. മറ്റംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ 4 സെക്രട്ടറിമാർ. സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 20-ൽ 1 ഓർത്തു വയ്ക്കുക. കേരള സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം. ഓക്കെ, സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം, അതായത് KSEOC. അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ സഹായിക്കുന്ന സാങ്കേതിക വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ SECO എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം എന്ന് പറയുന്നത്. അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ സഹായിക്കുന്ന സാങ്കേതിക വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അല്ലെങ്കിൽ SECO. എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം. അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നതും ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ഗവൺമെന്റ് എല്ലാ ജില്ലകളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കേണ്ടതാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ചാപ്റ്റർ 4 സെഷൻ 25 മുതൽ 34 വരെയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നിലവിൽ ഈ പറയുന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ചാപ്റ്റർ 4 സെഷൻ 25 മുതൽ 34 വരെ. അപ്പോൾ ചാപ്റ്റർ 4 സെഷൻ 25 മുതൽ 34 വരെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ചെയർപേഴ്സൺ, ജില്ലാ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റ്, ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്.
ജില്ലാ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റ്, ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവർ. ഇനി സഹ അധ്യക്ഷൻ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരൊക്കെയാണ്? അതായത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി, അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ അതോറിറ്റിയുടെ CEO, പോലീസ് സൂപ്രണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2-ൽ കൂടുതൽ ജില്ലാതല ഓഫീസർമാർ. ഇത്രയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ വളരെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10-12ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ അനുബന്ധ വസ്തുതകൾ കൂടി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും തവണ റിവിഷൻ ചെയ്യുക. അതുമാത്രമാണ് നല്ലൊരു റാങ്കിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക, ഇത് തന്നെയാണ് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.